ഈ ഡിസംബർ 8 നടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലപ്പുഴ ജില്ലയിൽ ഉജ്ജ്വലമായ വിജയം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളും ജില്ലയിലാകെ LDF വലിയ യോജിപ്പോടുകൂടി നടന്നു വരികയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 72 ഗ്രാമപഞ്ചായത്തുകളിൽ 47 ഗ്രാമപഞ്ചായത്തും 10 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 ബ്ലോക്ക് പഞ്ചായത്തിലും 10 ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചത്. അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ചേർന്നുകൊണ്ട് ഈ ആലപ്പുഴ ജില്ലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവ് നടത്തിയിട്ടുള്ളത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴയിൽ നടന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റം ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഈ പിന്നിട്ട കാലഘട്ടം. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. നമ്മുടെ നെല്ലറയാണ് കുട്ടനാട്. ആ കുട്ടനാടിൽ നെല്ലുൽപാദനം വലിയ രൂപത്തിൽ ഇടിഞ്ഞു പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി ഇന്ന് 1 ഇഞ്ച് ഭൂമി പോലും പാടം പോലും തരിച്ചിടാതെ മഹാഭൂരിപക്ഷം പാടശേഖരങ്ങളിലും ഇന്ന് 1ഉം 2ഉം കൃഷി ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊയ്യുന്നതിനും ആ കൊയ്യുന്ന നെല്ല് കൃത്യമായും സംഭരിക്കുന്നതിനും സംഭരിക്കുന്ന നെല്ല് കളത്തിൽ നിന്ന് തന്നെ സംഭരിച്ച് കൃത്യമായും പണം നൽകുന്നതിനും ഉള്ള സംവിധാനം ഒരുക്കി. തറവില കൃത്യമായി നിശ്ചയിച്ചു. ഓരോ വർഷവും നെല്ലിന്റെ വില വർദ്ധിപ്പിച്ച് കൊടുത്ത് ന്യായമായ വില കൃഷിക്കാരന് ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തി. കൃഷിക്കാർക്കും കർഷക തൊഴിലാളിക്കെല്ലാം ഇത് വലിയ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്സിഡികളും പാടശേഖരങ്ങൾക്ക് നൽകി. വിത്തും വളവും എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഗവൺമെന്റ് കൃഷി ഡിപ്പാർട്ട്മെന്റും ചേർന്നൊരുക്കുക. ആ രൂപത്തിൽ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. കുട്ടനാട് മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ ഓണാട്ടുകര പ്രദേശം പണ്ടുപോലെ കാർഷിക മേഖലയ്ക്ക് പേരിട്ടതാണ്. അതുപോലെ കരപ്പുറം പ്രദേശം, കരപ്പുറത്തും ഓണാട്ടുകരയിലുമെല്ലാം വലിയ രൂപത്തിലുള്ള കാർഷിക മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് ഏറ്റവും മികവാണ് ഈ പ്രദേശം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. വീടുകളിൽ കോവിഡ് കാലത്ത് അത് ഏറ്റവും നല്ല രൂപത്തിലായി. ഗവൺമെന്റിന്റെ ആഹ്വാനം, കൃഷി ഡിപ്പാർട്ട്മെന്റ് ആഹ്വാനവും സ്വീകരിച്ചുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യുക എന്ന രൂപത്തിലേക്ക് വന്നു. അതിനാവശ്യമായ വിത്തും തൈകളും അതുപോലെ വളവും മറ്റു കാര്യങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃഷി ഡിപ്പാർട്ട്മെന്റും വഴി ഒക്കെ നൽകുകയും കൂടെ ചെയ്തതോടുകൂടി കൃഷിക്കാർക്ക് വലിയ ആശ്വാസമായി നല്ല രൂപത്തിൽ പച്ചക്കറി ഉൽപ്പാദനം ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നടക്കുക. ഈ സമയത്ത് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ തറവില നിശ്ചയിച്ചു. നേരത്തെ ഇവിടെ ഒരു പഞ്ചായത്തിൽ, കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ, ഞങ്ങൾ ഇതുപോലെ കാർഷിക ഉൽപ്പന്നത്തിന് വില കിട്ടാവുന്നപ്പോൾ ഒരു തറവില നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയിരുന്നു. ഏതാണ്ട് അതേ മാതൃകയിൽ തന്നെ ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് തറവില നിശ്ചയിച്ചതോടുകൂടി പച്ചക്കറി കൃഷിക്കാർക്ക് വലിയ ആശ്വാസമായി. പച്ചക്കറിയുടെ കാര്യത്തിൽ മാത്രമല്ല, പാലുൽപാദനം ആലപ്പുഴ ജില്ലയിൽ ഇന്ന് മിച്ചമാണ്. ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പാല് ഇന്നിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടക്കോഴികളുടെ എണ്ണം വന്യമായ രൂപത്തിൽ വർദ്ധിച്ചു. നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുട്ട സംഭരിച്ച് നമ്മളിപ്പോൾ ഹോർട്ടികോർപ്പിനും മറ്റ് സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുട്ടയുടെ ഉൽപ്പാദന രംഗത്ത് നമ്മൾ മുന്നിലേക്ക് വന്നു. അപ്പോൾ പാലുൽപാദന രംഗത്തും മുട്ട ഉൽപ്പാദന രംഗത്തും അതുപോലെ ഇറച്ചിക്കോഴികളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രൂപത്തിലേക്കുള്ള ഒരു മുന്നേറ്റം നമ്മുടെ കാർഷിക മേഖലയിൽ പുതുതായിട്ട് കാണും. ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശം, ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആ തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അവരുടെ നിരന്തരമായ കടലാക്രമണങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം നേരിട്ടുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തീരപ്രദേശത്ത് കടൽഭിത്തി കെട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ശാലം വൈകിയാണെങ്കിലും കടൽഭിത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ള പണം അനുവദിക്കുകയും അതിപ്പം ആ പ്രോജക്റ്റ് ഇപ്പോൾ നല്ല രൂപത്തിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കരാറൊക്കെ എടുത്ത ആൾക്കാരെല്ലാം അതിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരപ്രദേശത്ത് സീവാള് കെട്ടാനും കടലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയുള്ള ശ്രമം നടത്തുക.
അതുപോലെ തന്നെ തീരപ്രദേശത്ത് കടലിനോട് തൊട്ടടുത്ത് ചേർന്നിട്ടുള്ളവർ താമസിക്കുന്നവർ അവർക്ക് അവിടുന്ന് മാറി സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ അമ്പലപ്പുഴയിൽ തോട്ടപ്പള്ളിയിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റ്, ഒരു വലിയ ഫ്ലാറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ നാളുകളായിട്ട് മത്സ്യത്തൊഴിലാളികൾ ആയിട്ടുള്ള കുറേ കുടുംബങ്ങൾ അവിടെ താമസിച്ചു വരികയായിരുന്നു. അവിടെ തീരപ്രദേശത്ത് മാറി ഒരു ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു. അവർക്കെല്ലാവർക്കും വീട് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഫ്ലാറ്റ് നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അത് തന്നെയല്ല, മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം ചില സമയത്ത് നടത്തുന്ന മത്സ്യം കിട്ടാവുന്ന സന്ദർഭത്തിൽ അവർക്ക് മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കുന്നതിന് കഴിയുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങൾ മത്സ്യഫണ്ടും ഒക്കെയായി ചേർന്നുകൊണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് ഒട്ടേറെ പദ്ധതികളാണ് ആ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ഉയർന്ന രൂപത്തിലേക്ക് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ നോക്കിയാൽ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്തായാലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ കുട്ടനാടും ഓണാട്ടുകരയും മറ്റ് പ്രദേശങ്ങളിലെല്ലാം വലിയ രൂപത്തിലേക്കുള്ള കാർഷിക മുന്നേറ്റം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിക്കാർക്ക് വലിയ ഗുണകരമായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. തൊഴിലും ഇതിന്റെ ഒരുപാട് പേർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യവും ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടനാട് ഒന്നാം പാക്കേജ് വന്നു. ആ പാക്കേജ് ബഹുമാനപ്പെട്ട സ്വാമിനാഥൻ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു അന്ന് പാക്കേജ് ഉണ്ടാക്കി. അതേസമയം VS ഗവൺമെന്റ് കാലത്ത് ആ പാക്കേജ് ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന UDF ഗവൺമെന്റും അവിടുത്തെ MPയും എല്ലാം ചേർന്നിട്ട് ആ പദ്ധതിയെ തകർത്ത് കളഞ്ഞു. ആ പദ്ധതി വെറും കരാർ അടിസ്ഥാനത്തിൽ പണി ചെയ്യിക്കുന്ന ഒരു ഏർപ്പാടായി മാറി. അതിനകത്ത് അഴിമതിയും ദൂർത്തും ഒക്കെ വന്നു. അവസാനം ആ പാക്കേജ് എന്താണോ ലക്ഷ്യപ്പെട്ടത് അതെല്ലാം തകർത്ത് കളഞ്ഞു. എന്നാൽ കഴിഞ്ഞ പ്രളയമുണ്ടായ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ വരുന്നതും കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഗൗരവമായി പഠിക്കുന്നതും ആ പ്രളയക്കെടുതി മൂലം അനുഭവിച്ച ജനങ്ങളെ സഹായകരമായ രൂപത്തിലേക്ക് കേരളത്തിൽ കേരള റീബിൽഡിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിച്ചുകൊണ്ടും ബൃഹത്തായ ഒരു പരിപാടിക്ക് രൂപം നൽകി. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പിന്നീട് രണ്ടാം പാക്കേജ് കുട്ടനാട്ടിന് വേണ്ടി പ്രഖ്യാപിച്ചത്. ആ പാക്കേജ് വന്നതിന് ശേഷമാണ് കാർഷിക മേഖലയിൽ ഈ മുന്നേറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ റോഡുകൾ, പാലങ്ങൾ എല്ലാം പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ പരിപാടി വന്നു. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് അതിനകത്ത് വലിയ രൂപത്തിൽ താല്പര്യം കാണിച്ചു. മന്ത്രി നല്ല താല്പര്യം കാണിച്ചു. അതിന്റെ ഫലമായി കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നമുക്ക് നന്നാക്കാനും പ്രധാനപ്പെട്ട പാലങ്ങൾ പലതും പണിത് ഉദ്ഘാടനം ചെയ്യാനും നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ രണ്ടാം പാക്കേജിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ചങ്ങനാശ്ശേരിയും ആലപ്പുഴയും തമ്മിൽ, കോട്ടയത്തെ ആലപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കളർകോട് ചങ്ങനാശ്ശേരി റോഡ്. ആ റോഡ് എപ്പം വെള്ളം ഉണ്ടായാലും വെള്ളം കയറി ആ റോഡ് തകർന്നു പോകുന്ന സ്ഥിതിയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് യാത്രാ ബുദ്ധിമുട്ട് വലിയ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇനി എപ്പം വെള്ളപ്പൊക്കം ഉണ്ടായാലും റോഡ് മുങ്ങിപ്പോകാതിരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് റോഡ് ഉയർത്തി ചെയ്യുകയാണ്. എലിവേറ്റഡ് ഹൈവേ എന്ന രൂപത്തിലേക്ക് പല പ്രദേശങ്ങളിലും അതിനുള്ള ക്രമീകരണം ഒരുക്കി ഒരിക്കലും വെള്ളം കയറാത്ത രൂപത്തിലേക്ക്, വെള്ളം വന്നാലും റോഡ് നശിക്കാത്ത രൂപത്തിലേക്ക്, ആ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലേക്ക് ആ റോഡ് പുതുക്കി പണിയാണ്. കോടിക്കണക്കിന് രൂപ പുതുക്കി പണിയുകയാണ്. കുട്ടനാട് കുട്ടനാട് പൊതുവെ നമുക്ക് നോക്കിയാൽ കുട്ടനാടിലെ എല്ലാ മേഖലകളും ഈ രൂപത്തിൽ രണ്ടാം പാക്കേജും കൂടെ പ്രഖ്യാപിച്ചതോടുകൂടി അതിൻ്റെതായിട്ടുള്ള വലിയ മുന്നേറ്റം നമുക്കവിടെ കാണാൻ കഴിയും. പാടശേഖര സമിതികളുമായി ബന്ധപ്പെട്ട് പാടശേഖരങ്ങളുടെ ബണ്ട് നിർമ്മാണം, ബണ്ട് ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം, താറാവ് കൃഷിക്കാര് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, താറാവ് കൃഷിയെ മെച്ചപ്പെട്ട രൂപത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇന്ന് കുട്ടനാട് നടക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകരുന്ന രൂപത്തിലുള്ള സമീപനമാണ്. കുട്ടനാട്ടിൽ വലിയ വികസനം മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. കുട്ടനാട് മാത്രമല്ല, ആലപ്പുഴ ജില്ലയുടെ ഏത് പ്രദേശം എടുത്തു കഴിഞ്ഞാലും ഈ വികസനം മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ആലപ്പുഴ ജില്ലയുടെ വടക്കേയറ്റത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്, ഒരു ദ്വീപാണ് പെരുമ്പളം. ആ പെരുമ്പളം ദ്വീപിലേക്ക് ഒരു പാലം എന്നുള്ളത് ഏറ്റവും ആവശ്യമാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു പാലത്തിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റും പ്രോജക്റ്റും ഒക്കെ അംഗീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതാണ്. എന്നാൽ ആ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കേസുകളും മറ്റു കാര്യങ്ങളും വരികയുണ്ടായി. അതായത് കരാറെടുത്ത ചില ആൾക്കാർ അത് സംബന്ധിച്ച് തർക്കം പ്രശ്നങ്ങൾ ഉന്നയിച്ചു. കേസ് കോടതിയിൽ വന്നു. ദൗർഭാഗ്യം തൊട്ട് അതിന് അരൂര് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ അധികാരത്തിൽ വന്ന MLA അതിനു വേണ്ടി ഒരു കാര്യം ചെയ്തില്ല, ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറെ ലേറ്റായിപ്പോയി.
എന്നാൽ ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടുത്തെ ആ തർക്കങ്ങൾ മുഴുവൻ തീർന്നു, കോടതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർന്നു. ഇപ്പോൾ ഊരാളിക്കൽ സംഘത്തിന് അവിടെ പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള കരാർ ഉറപ്പിച്ചു. അവരിപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ പാലം തുടങ്ങുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളൊന്നായിരിക്കും. 100-100ഓളം കോടി 110ഓളം കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പാലം അവിടെ വരികയാണ്. പെരുമ്പളം പാലം മാത്രമല്ലല്ലോ, ആലപ്പുഴ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ള റോഡുകൾ നമ്മൾ നന്നാക്കി. റോഡ് നന്നാക്കി മാത്രമല്ല, പുതിയ റോഡായിട്ട് നമ്മൾ പണിയാണ്. ആ റോഡ് പോകുന്നതിന് ഇരു സൈഡുകളിലും എല്ലാം വൃത്തിയാക്കി അവിടെ വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കി തിരുവനന്തപുരത്തിലെത്തി. എന്ന് മാത്രമല്ല, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡുകളുടെ എല്ലാം പണി പൂർത്തീകരിക്കുന്നത്. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ എവിടെ ചെന്നാലും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും നമ്മൾ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്, എല്ലാ പാലങ്ങളും നമ്മൾ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് വളരെയധികം സഞ്ചാരയോഗ്യമായ രൂപത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കിഫ്ബിയിൽ നിന്നും മറ്റും പരമാവധി സാമ്പത്തിക സഹായം ലഭിക്കുകയും കൂടി ചെയ്തതോടുകൂടി നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ആലപ്പുഴയിലെ വികസനം കാണണമെങ്കിൽ റോഡിൽ നോക്കൂ എന്ന് പറയുകയാണ്. റോഡിൽ നോക്കി വികസനം മനസ്സിലാക്കാൻ കഴിയും. മുമ്പൊരിക്കലും ഇല്ല. പ്രളയകാലത്ത് തകർന്ന റോഡ് അടക്കം പുതുക്കി പണിത് കഴിഞ്ഞ റോഡിൽ തന്നെ ഇന്ന് തകർന്ന റോഡുകളില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയായിരുന്നു. കുഴിയടിപ്പിക്കലായിരുന്നു ആദ്യത്തെ പൊതുമരാമത്ത് മന്ത്രിയായ ജി സുധാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. എല്ലാ റോഡുകളുടെയും കുഴിയടിപ്പിച്ച് അത്യാവശ്യം സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നീങ്ങുകയായിരുന്നു. അതിനകത്ത് പല അഴിമതികളും പ്രശ്നം വന്നപ്പോഴാണ് അദ്ദേഹം തന്നെ നേരിട്ട് പോയി കുഴി എണ്ണി തിട്ടപ്പെടുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അഴിമതിയില്ലാതെ ആ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 4 വർഷക്കാലം മുന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലെ എല്ലാ റോഡുകളും, എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും പുതുക്കി പണിത് വരും. നാഷണൽ ഹൈവേക്കുള്ള സ്ഥലമെടുപ്പും മറ്റു കാര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ ഇരു കരകളിലും ഒക്കെയുള്ള കയ്യേറ്റങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നാഷണൽ ഹൈവേയിൽ വീതി കൂട്ടി കുറെ പ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ രണ്ട് സൈഡിലും ഇഷ്ടികയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒക്കെ ഉള്ള പണികളെല്ലാം പൂർത്തീകരിച്ച് വളരെ സഞ്ചാരയോഗ്യമായ രൂപത്തിലേക്ക് അവിടുത്തെ റോഡുകൾ എല്ലാം മാറുകയാണ്. ഓടയില്ലാത്ത സ്ഥലങ്ങളിൽ ഓടകൾ ഇതെല്ലാം പടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ റോഡ് നിർമ്മാണ രംഗത്ത് വളരെ മുന്നിലേക്ക് പോയി. പാലങ്ങളുടെ നിർമ്മാണ കാര്യത്തിലും ആലപ്പുഴ ജില്ല വളരെ മുന്നിലാണ്. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ പട്ടണത്തിലെ ഈ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ചിരകാല അഭിലാഷമായിരുന്നു ആലപ്പുഴ ബൈപ്പാസ്. ആ ആലപ്പുഴ ബൈപ്പാസിന്റെ പൂർത്തീകരണം എത്രയോ നാളുകളായി. ആലപ്പുഴ ജില്ലയിൽ നിന്ന് എത്രയോ എം പിമാർ എത്ര വട്ടം ഇവിടെ ജയിച്ചു പോയി. പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്. വക്കം പുരുഷോത്തമനും BM സുധീരനും KC വേണുഗോപാലും ഒക്കെ ഇവിടെ ജയിച്ചു പോയിട്ടുള്ളല്ലേ. വർഷങ്ങളോളം ആലപ്പുഴ പ്രദേശത്ത് MP ആയിരുന്ന ആൾക്കാരല്ലേ. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ബൈപ്പാസിന്റെ പണി തുടങ്ങിയിട്ട് എത്ര നാളായി? വക്കം പുരുഷോത്തമന്റെ കാലത്ത് ആരംഭിച്ചതാണ്. വക്കം പുരുഷോത്തമൻ MP എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത്. ഇതുവരെയായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന് UDF ഗവൺമെന്റ് പലപ്രാവശ്യം കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ അതിന് ഇടപെട്ടു. അതിന്റെ പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഡിസംബർ മാസം അവസാനം ജാനുവരിയിൽ കൂടി അതിന്റെ പണി ഉദ്ഘാടനം ചെയ്യാമെന്നാണ് ഇപ്പം പൊതുമരാമത്ത് വകുപ്പ് ഇപ്പൊ ഈ അടുത്ത ദിവസം പറഞ്ഞത്. അപ്പൊ ആ രൂപത്തിലേക്ക് ആലപ്പുഴ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിക്കുകയാണ്. ഇങ്ങനെ ആലപ്പുഴ ജില്ലയുടെ വികസന മുന്നേറ്റത്തിന് സഹായകരമായ രൂപത്തിലേക്കുള്ള ഇടപെടലുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ മുന്നേറ്റം ഇനി തുടരണം. വളരെ മാതൃകാപരമായിട്ടാണ് ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ്. ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തിലും ഒക്കെ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ പദ്ധതികൾ തയ്യാറാക്കിയല്ലേ നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സ്വീകരിച്ച ഒരു നിലപാട് നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. വിശപ്പ് രഹിത കേരളം എന്ന രൂപത്തിലേക്കുള്ള പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അത് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ആലപ്പുഴ ജില്ലയിലെ 2-3 കേന്ദ്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന വലിയ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് LDF ഗവൺമെന്റ് വിശപ്പ് രഹിത പദ്ധതി പ്രഖ്യാപിച്ചത്. കുടുംബശ്രീയുമായി ചേർന്ന് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ അപൂർവം UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഒഴിച്ചാൽ, മുനിസിപ്പാലിറ്റി ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. പട്ടിണിയില്ലാത്തവരുടെ ജില്ലയായി ആലപ്പുഴ ജില്ല മാറി. ആ
ആലപ്പുഴ ജില്ലയിലാണ് കർഷക തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ് കയർ തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത്. പരമ്പരാഗത തൊഴിലാളികളുടെ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. മഹാഭൂരിപക്ഷം വരുന്ന പരമ്പരാഗത തൊഴിലാളികളാണ്. ആ പരമ്പരാഗത വ്യവസായങ്ങളെ മുഴുവൻ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. ആ പരമ്പരാഗത വ്യവസായങ്ങൾ പണിയെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ ദിനങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് കയർ വ്യവസായ രംഗത്ത് ഈ ഗവൺമെന്റ് വന്ന എടുത്ത നിലപാടുകൾ വലിയ പ്രതിസന്ധിയിലൂടെ ആ വ്യവസായം കടന്നു പോകുന്ന സന്ദർഭത്തിലും ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കയർ കോർപ്പറേഷനെയും കയർ ഫണ്ടിനെയും ഒക്കെ സജീവമാക്കി, അതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കൊണ്ട് പരമാവധി ആധുനികവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ട് ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മിഷൻ ഫാക്ടറി ഉത്പാദിപ്പിക്കുന്ന മിഷനുകൾ ഈ കേരളത്തിലാകെ വിന്യസിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്പാദനം ഗണ്യമായ രൂപത്തിൽ വർദ്ധിപ്പിച്ച് അവിടെ കൂലിയും വർദ്ധിപ്പിച്ചു കൊടുത്ത് തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ 250 ദിവസമെങ്കിലും കുറഞ്ഞത് തൊഴിൽ കിട്ടാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണം ആ മേഖലയിൽ ഉണ്ടാക്കി. ഇങ്ങനെ പരമ്പരാഗത വ്യവസായ മേഖലകളിലെല്ലാം ഈ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ തൊഴിൽ നഷ്ടപ്പെട്ട കയർ വിരി തൊഴിലാളികൾക്കായാലും കയർ ഫാക്ടറി തൊഴിലാളികൾക്കായാലും അവർക്ക് തൊഴിൽ ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തി. കർഷക തൊഴിലാളികൾക്ക് പരമാവധി കാർഷിക ദിനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ട് കാർഷിക മേഖല ഉണ്ടാകുന്നതുപോലെ കർഷക തൊഴിലാളികൾക്ക് ജോലികളായി. അപ്പൊ ഇങ്ങനെയുള്ള തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. എന്ന് മാത്രമല്ല 60 വയസ്സിന് മേൽ പെൻഷൻ വാങ്ങുന്ന ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. കയർ ഫാക്ടറി തൊഴിലാളികളും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഇവരെല്ലാം പെൻഷൻ വാങ്ങുന്നവരാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങുന്നവരാണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളവര് ആലപ്പുഴ ജില്ലയിലുള്ളവരാണ്. അതുകൊണ്ട് മുതിർന്ന പൗരന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ലകളിൽ ഒരു ജില്ലയുമാണ് ആലപ്പുഴ ജില്ല. ആ മുതിർന്ന പൗരന്മാർക്ക് എല്ലാവർക്കും സഹായകരമായ രൂപത്തിലേക്ക് പെൻഷൻ വർദ്ധിപ്പിച്ച് ഇപ്പോൾ കൊടുക്കുകയാണ്. കൃത്യമായും നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ആവശ്യത്തിന് എല്ലാ മാസവും 1600 രൂപ വെച്ചുള്ള പെൻഷൻ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ എല്ലാ കുടുംബങ്ങൾക്കും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ടും സൗജന്യമായി ഭക്ഷണ കിറ്റും മറ്റു കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ആശ്വാസ പദ്ധതികൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിലാണെങ്കിൽ വലിയ മുന്നേറ്റം ആണ് ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ വലിയ വികസന മുന്നേറ്റം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളെ എല്ലാം പ്രവർത്തനം കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. മാവേലിക്കര ജില്ലാ ആശുപത്രി ആയാലും ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി ആയാലും എല്ലാം ആലപ്പുഴ പട്ടണത്തിലെ ജില്ലാ ആശുപത്രിയിൽ അവിടെയൊക്കെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. ജില്ലയിലെ താലൂക്ക് ആശുപത്രികളുടെ എല്ലാ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന രൂപത്തിലേക്ക് മിക്കവാറും എല്ലാ പഞ്ചായത്തിലെയും പീസ് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അതിലേക്കുള്ള സബ് സെന്റർ വഴിയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ ഒരു അസുഖം ഉണ്ടായാൽ അപ്പോൾ സൗജന്യമായി ചികിത്സിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളുണ്ട്. അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും എല്ലാം ആ രംഗത്ത് സജീവമായി കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും സജ്ജീകരിക്കുകയാണ്. ഇവിടെ എല്ലാ ആവശ്യത്തിന് സ്റ്റാഫുണ്ട്, ഡോക്ടർമാരുണ്ട്, എപ്പോൾ രോഗികൾ ചെന്നാലും ചികിത്സിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ട്. ഈ രൂപത്തിൽ വലിയ സഹായം ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളിലും കെട്ടിടം പണിതിട്ടുണ്ട്. പ്രധാനപ്പെട്ട മുഴുവൻ സ്കൂളുകളിലും കെട്ടിടം പണിതിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വീട്ടുകൊണ്ടാണ് കെട്ടിടം പണിതിരിക്കുന്നത്. ആ കെട്ടിടത്തിലെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ വിദ്യാഭ്യാസ സമ്പ്രദായം മിക്കവാറും സ്കൂളിൽ വന്നിരിക്കുന്നു. ഡിജിറ്റൽ വിദ്യാഭ്യാസം ഈ കോവിഡ് കാലത്ത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രശ്നം വന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്ക് ടി വി ഇല്ലാത്ത മുഴുവൻ കുട്ടികൾക്ക് നമ്മൾ ടി വി വാങ്ങിക്കൊടുത്തു. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികൾക്കെല്ലാം സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു. ലാപ്ടോപ്പ് വേണ്ടവർക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു. അതിന്റെ ഫലമായി ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ നടക്കുകയാണ്. കോളേജ് സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളുമായി പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളുകളിലെല്ലാം ഒരുപാട് കുട്ടികൾ പുതുതായി ആലപ്പുഴ ജില്ലയിൽ സർക്കാർ സ്കൂളിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വന്നു. കഴിഞ്ഞ SSLC പരീക്ഷയിലൊക്കെ ഉയർന്ന വിജയമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വന്നിട്ടുള്ള മാറ്റം ചെറുതല്ല. അൺഎയ്ഡഡ് സ്കൂളിലും മറ്റു സ്കൂളിലും പഠിക്കുന്ന കുട്ടികളെക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു എന്നുള്ളത് വലിയ അത്ഭുതത്തോടെ കാണാൻ കഴിയും. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായും അതിന്റെ യൂണിഫോമും പാഠപുസ്തകവും അതുപോലെ തന്നെ ഭക്ഷണ കിറ്റുകൾ, അരിയും പലവ്യഞ്ജന സാധനങ്ങളും എല്ലാ സ്കൂളുകളിൽ
ഗവൺമെന്റ് തീരുമാനിച്ച സമയങ്ങളിൽ എല്ലാ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത രൂപത്തിലേക്കുള്ള മുന്നേറ്റമാണ് ഈ ആലപ്പുഴ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പൊതുജന ആരോഗ്യം നോക്കിയാലും പൊതുവിദ്യാഭ്യാസം നോക്കിയാലും ഇതെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത്. ആ കുടിവെള്ളം പരമാവധി കുടിവീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ചേർത്തല താലൂക്കിലാണെങ്കിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി, ആ പദ്ധതി തുടങ്ങി വെച്ചു. ആ തുടങ്ങി വന്ന പദ്ധതി കമ്മീഷൻ ചെയ്തു. കമ്മീഷൻ ചെയ്തതിനു ശേഷം എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആ താലൂക്കിലൊക്കെ നടന്നു. ആലപ്പുഴ കുടിവെള്ള പദ്ധതി നേരത്തെ തുടങ്ങിയതാണ്, വേണ്ട രൂപത്തിൽ മുന്നോട്ട് പോയില്ല. UDFന്റെ കാലത്ത് ഇട്ട പൈപ്പെല്ലാം പൊട്ടിപ്പോയി. അവസാനം ആ പൈപ്പെല്ലാം തെരഞ്ഞെടുത്ത് പുതിയ പൈപ്പിട്ട് ഇപ്പോൾ ആലപ്പുഴ പമ്പയാറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കരുമാടിയിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തിട്ട് ആലപ്പുഴ പട്ടണത്തിൽ അമ്പലപ്പുഴ താലൂക്കിൽ എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. കോണാട്ടുകരയും അതുപോലെ തന്നെ കാർത്തിപ്പള്ളിയിലും താലൂക്കിൽ അവിടെയെല്ലാം ഈ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് ബൃഹത്തായ ഒട്ടേറെ പദ്ധതികൾ ഗ്രൗണ്ട് വാട്ടറിന്റെ നേതൃത്വത്തിലും അല്ലാതെ വേറെ ശുദ്ധീകരിച്ചും ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിച്ചും ഒക്കെയുള്ള കുടിവെള്ള പദ്ധതികൾ. പ്രധാനമായിട്ടും കുട്ടനാടാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രസിദ്ധീകരണം. അവിടെയും ഈ രണ്ടാം പാക്കേജിന്റെ ഭാഗമായിട്ട് പുതിയ കുടിവെള്ള പദ്ധതികൾ അവിടെ വരികയാണ്. നീരേറ്റുവെള്ളം പദ്ധതി എല്ലാം ഉണ്ടെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ അത് വികസിപ്പിച്ച് എല്ലാ വീടുകളിലും ഏത് സമയത്തും ശുദ്ധജലം കിട്ടാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിക്കുകയാണ്. ആ രൂപത്തിൽ ജനങ്ങൾ കുടിവെള്ളം എത്തിക്കുക. വീടില്ലാത്തവർക്ക് വീട് വെച്ച് ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. വീടില്ലാത്തവരുടെ മുഴുവൻ പേരുടെയും കണക്കുകൾ എടുക്കുകയും ജില്ലയിലെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടവർക്കെല്ലാം ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുത്തു. ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുക്കുക മാത്രമാണോ? അതുമാത്രമല്ല, സഹകരണ വകുപ്പ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് വഴി എത്രയോ വീടുകൾ പുതുതായിട്ട് നമ്മൾ വെച്ചു കൊടുത്തു. CPIM മുൻകൈ എടുത്തുകൊണ്ട് തന്നെ വീട് ഇല്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു. അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ വീടില്ലാത്ത മഹാഭൂരിപക്ഷം കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീടുകളായി. ഇനിയിപ്പോൾ സ്ഥലവും വീടുമില്ലാത്ത കുറെ കുടുംബങ്ങളാണുള്ളത്. ആ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇപ്പം 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് സ്ഥലം കണ്ടെത്താനും വീട് വയ്ക്കാനുള്ള പരിശ്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ വീടില്ലാത്തവർക്കെല്ലാം വീട്, ഉള്ളവർക്ക് വാസയോഗ്യമായ വീട്, ആ വീട്ടിലെ ആവശ്യത്തിന് വൈദ്യുതി, എല്ലാ വീടുകളിലും വൈദ്യുതി ഇല്ലാത്ത ഒരു വീടില്ല ആലപ്പുഴ ജില്ലയിലില്ല. വൈദ്യുതി ഇല്ലാത്ത വീടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും എല്ലാ സ്ട്രീറ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ എത്തും. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. പുതിയ പോസ്റ്റ് ഇട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നു. സ്ട്രീറ്റുകളിൽ മുഴുവൻ വൈദ്യുതി എത്തിക്കുന്നു. പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം ഇപ്പോൾ ക്രമീകരിച്ച് വൈദ്യുതി എന്ന രൂപത്തിലേക്ക് എത്തി. അപ്പൊ വൈദ്യുതിയുടെ കാര്യത്തിൽ എല്ലാ വീടുകളിലും വൈദ്യുതിയായി. അപ്പൊ വീടായി, വൈദ്യുതിയായി, വീടുകളിൽ കുടിവെള്ളമായി, വീട്ടിലുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ, വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ലാഭത്തിലായി, എല്ലാം വലിയ രൂപത്തിൽ കൊണ്ടിട്ട് പോകാം. ഒരു എക്സൽ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി, ഒരു മുതലാളി, സോമാനിയ എന്ന് പറയുന്ന മുതലാളി, അയാളെ ലാഭം കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭാഗമായി തന്നെ അടച്ചുപൂട്ടിയിട്ട് അയാൾ തുറക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. ഗവൺമെന്റ് പല രൂപത്തിൽ ഇടപെട്ടിട്ടും സമ്മതിക്കാത്തതിന്റെ ഫലമായിട്ട് അത് വീണ്ടും ഗവൺമെന്റ് ഏറ്റെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നിട്ടുള്ള കാലതാമസത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അതൊഴിച്ചാൽ ബാക്കി ആലപ്പുഴ ജില്ലയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലായി. എല്ലാ സ്പിന്നിങ് മില്ലുകൾ, കോമളവരെ സ്പിന്നിങ് മില്ലായാലും ഗവൺമെന്റ് ഏറ്റെടുത്താണ് മില്ല്. ആ മില്ല് ഇപ്പം നല്ല രൂപത്തിൽ പ്രവർത്തിക്കുകയല്ലേ. നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് തൊഴിലാളികൾക്കുള്ള ജോലിയായി. അതുപോലെ ആലപ്പുഴ സ്പിന്നിങ് മില്ല്, നമ്മുടെ പത്തിയൂരുള്ള ആലപ്പുഴ സ്പിന്നിങ് മില്ല് ഇവ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നു. നല്ല രൂപത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാ തൊഴിലാളികൾക്കും ശമ്പളവും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് സ്പിന്നിങ് മില്ലിന്റെ പ്രവർത്തനം നടക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം KSDP. ആ KSDP ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നില്ലേ. അവിടെ ഉത്പാദിപ്പിക്കുന്ന മരുന്ന് ലോകത്ത് മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതിയ പ്ലാന്റുകൾ നമ്മൾ സ്ഥാപിക്കുകയാണ്. അവിടെ ഈ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമായ സാനിറ്റൈസറും മറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. പുതിയ മരുന്ന് കണ്ടുപിടിച്ച്, പല രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിച്ച് അവിടെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഈ KSDP എന്ന് പറയുന്ന മരുന്നുത്പാദന സ്ഥാപനം ഇന്ന് വലിയ രൂപത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർക്ക് പുതുതായിട്ട് അവിടെ തൊഴിൽ ലഭിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഹോമിയോ മരുന്നുണ്ടാക്കുന്ന ഒരു സ്ഥാപനം ഈ ആലപ്പുഴ ജില്ലയിലുണ്ട്. ആ ഹോമിയോ മരുന്നുണ്ടാക്കുന്ന സ്ഥാപനം, നിലവിലുള്ള സ്ഥാപനത്തിനകത്ത് ആ അസൗകര്യം കാരണം നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നിന്റെ അളവ് വളരെ കുറയുന്നു. ഉണ്ടാക്കുന്ന മരുന്ന് മുഴുവൻ വിദേശത്തും സ്വദേശത്തും ഒക്കെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് സ്വന്തമായി ഒരു സ്ഥാപനം KSDPയുടെ മുൻവശത്ത് സ്ഥലമെടുത്ത് ആ സ്ഥലത്ത് ഇവിടെ പണി പൂർത്തീകരിക്കുകയാണ്. അവിടെ പൂർത്തീകരിക്കുന്നതോടുകൂടി ഹോമിയോ മരുന്ന് ഉൽപാദനം ഭയങ്കരമായ രൂപത്തിൽ വർദ്ധിക്കാൻ പോവുകയാണ്. അവിടെ പുതുതായി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം വരികയാണ്. ആ രൂപത്തിൽ ആ പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലാണ്. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ സിൽക്ക് ഓട്ടോകാസ്റ്റ് വെല്ല. റെയിൽവേയുമായി ചേർന്നുകൊണ്ട് ഓട്ടോകാസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ടി ഇടപെടൽ നടത്തി അതിലൊരു മുന്നേറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ സിൽക്ക് ആണെങ്കിൽ അടച്ചുപൂട്ടൽ ഭീഷണി നിൽക്കുകയായിരുന്നു. തുറവൂരത്തെയും അതുപോലെ SLപുരത്തെയും സിൽക്കിന്റെ 2 യൂണിറ്റുകൾ, ആ യൂണിറ്റുകൾ ഭീഷണി നിൽക്കുകയായിരുന്നു. അതെല്ലാം ഇപ്പോൾ പുതിയ ആൾക്കാരെ എടുത്തു, പുതിയ തൊഴിലാളികളെ വെച്ചു, പുതിയ സാങ്കേതിക വിദ്യ ലഭിച്ചു, പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. തുടങ്ങിയതോടുകൂടി വലിയ രൂപത്തിൽ മെച്ചപ്പെട്ടു വരികയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ സ്ഥാപനം ഇന്ന് മാറുകയാണ്. ഇങ്ങനെ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നോക്കിയാൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുകയാണ്. അങ്ങനെ തൊഴിൽ മേഖല വലിയ രൂപത്തിൽ വരികയാണ്. നിരവധി സ്റ്റാർട്ടപ്പ് പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മാർഗദർശനത്തിൽ നമ്മുടെ വ്യവസായ വകുപ്പും എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾ, നിരവധി പദ്ധതികളാണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗൾഫ് റിട്ടേൺസ് ആയിട്ട് വരുന്ന ഒരുപാട് പേര് സ്വയം തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പദ്ധതികൾ ഈ പേരെടുക്കുന്നുണ്ട്. ചെറിയ വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പദ്ധതിയിലൂടെ തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ആലപ്പുഴ ഈ പ്രതിസന്ധികൾക്കിടയിലൂടെയും ആലപ്പുഴ പോലുള്ള ജില്ലയിൽ ഏറ്റവും വലിയ സഹായം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ, വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ആലപ്പുഴ ജില്ലയിൽ നിരന്തരമായി ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന സമീപനമാണ് UDFും മറ്റും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം ഞങ്ങൾ നടത്തി, ഗവൺമെന്റ് നടത്തി. ആ ഗവൺമെന്റ് നടത്തിയതിന്റെ ഫലമായിട്ടാണ് തോട്ടപ്പള്ളി പൊഴി കുറിക്കണം, തണ്ണീർക്കം മണ്ണിന് ആഴം കൂട്ടി അതിന്റെ നീരൊഴുക്ക് സുഗമമാക്കണം, ആക്കിയെങ്കിൽ മാത്രമേ വെള്ളം ഒഴുകിപ്പോകൂ. ഇത് സ്വാമിനാഥൻ നേരത്തെ നിർദ്ദേശിച്ചതാണ്. അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ പഠനത്തിലും നമ്മൾ ബോധ്യപ്പെട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് മണൽ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് നീങ്ങിയത്. തണ്ണീർക്കം മണ്ണിന്റെ ഷട്ടറുകൾ എല്ലാം തുറന്ന് വെള്ളം നല്ലപോലെ നീരൊഴുക്കണ്ട, ആഴം കൂട്ടി നീരൊഴുക്കണ്ട സംവിധാനം ഒരുക്കി. അപ്പോഴാണ് അവിടുന്ന് കരിമണൽ കടത്തിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേലകളും അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ ദിവസക്കാലം നീണ്ടുന്ന സമരാവാസമാണ് ഈ കോവിഡ് കാലത്ത് അവിടെ നടന്നത്. എന്നാൽ ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തിൽ സമീപനം സ്വീകരിച്ചതിന്റെ ഫലമായി എന്താ? സ്വീകരിച്ചതിന്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന മണൽ, കടലിൽ തന്നെ കൊണ്ടുവച്ച മണല് അതിനകത്ത് നീക്കം ചെയ്തപ്പോൾ അത് കരിമണലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാതെ, മറ്റാരും മാറിക്കൊണ്ടു പോകാതെ ആ മണല് കൃത്യമായും നമ്മുടെ ചവറ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിനും അതേപോലെ IREക്കും നമ്മൾ കൃത്യമായി കൊടുക്കുകയാണ് ചെയ്തത്. KMLനും IREക്കും കൊടുത്തു. അവർ കൃത്യമായി ഈ മണൽ എടുത്തുകൊണ്ട് പോയി, ഡ്രഡ്ജ് ചെയ്ത മണൽ എടുത്തുകൊണ്ട് പോയി. ഇതിന്റെ ഫലമായി എന്തായി? മുഖത്തിന്റെ ആഴം വലിയ രൂപത്തിൽ വർദ്ധിച്ചു. അവിടെ പുഴമുഖത്തിന്റെ വീതിയും വർദ്ധിച്ചു. അതിന്റെ ഫലമായി എന്താ? വെള്ളപ്പൊക്കം വന്നാണ്, ഇത്തവണ വെള്ളപ്പൊക്കം വന്നാണ് കുട്ടനാട് വെള്ളപ്പൊക്കം ഉണ്ടായില്ല, കുട്ടനാടും ഉണ്ടായില്ല, അപ്പർ കുട്ടനാടും ഉണ്ടായില്ല, പത്തനംതിട്ടയുടെ പല പ്രദേശങ്ങളുണ്ടായില്ല. അവിടുന്ന് ഒഴുകി വന്ന വെള്ളം കെട്ടി നിൽക്കാതെ കൃത്യമായി അത് ഒഴുകി കടലിലേക്ക് പോയതോടുകൂടി എന്താ സംഭവിച്ചത്? വെള്ളപ്പൊക്കത്തെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ ആണ് ഇത് ചെയ്തത്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം എല്ലാം അതിനെതിരായിട്ടുള്ള ശക്തമായ സമരരംഗത്തല്ലേ വന്നത്. ചേർത്തലയിൽ പള്ളിപ്പുറത്ത് നമ്മുടെ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രോത്ത് സെന്റർ, നിരവധി ആൾക്കാർക്ക് തൊഴിലെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള എത്രയോ യൂണിറ്റുകളാണ് വന്നത്. ഫുഡ് പ്രോസസിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആ യൂണിറ്റ് നടക്കുകയാണ്. സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അത് സംസ്കരിച്ച് മറ്റ് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് അത് മാറ്റണം. അപ്പൊ ട്രീറ്റ് ചെയ്ത വെള്ളം കായലിലേക്ക് ഒഴുകി പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക്, കായലിൽ ഒരു പൊല്യൂഷൻ ഉണ്ടാകാത്ത രൂപത്തിൽ ട്രീറ്റ് ചെയ്ത വെള്ളം മാത്രം അതിൽ കടന്നു വിടുന്നതിന് പൈപ്പിടാൻ തീരുമാനിച്ചു.
അതിനെ തുടർന്ന് അവിടെ നിരവധി പ്രതിസന്ധികളെല്ലാം ഉണ്ടാക്കിയത്. UDFന്റെ കാലത്ത് യാതൊരു കാരണവശാലും UDF അത് യാതൊരു കാരണവശാലും നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുള്ള പ്രശ്നത്തിലേക്ക് വന്നു. അവസാനം ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൈപ്പിട്ടു. ഇപ്പോൾ ആ യൂണിറ്റുകളെല്ലാം പ്രവർത്തിക്കല്ലേ, ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംരംഭമായിട്ട് അത് മാറിയില്ലേ. ഇങ്ങനെ നമ്മുടെ ജില്ലയിൽ നല്ല വികസന മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ വരുമ്പോൾ അതിനെയെല്ലാം തടസ്സപ്പെടുത്തുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നൊരു സമീപനമാണ് BJPയും കോൺഗ്രസും ആലപ്പുഴ ജില്ലയിൽ സ്വീകരിച്ചു പോയിട്ടുള്ളത്. അവരുടെ എല്ലാ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് വികസനത്തിന് എതിരായിട്ടുള്ള അവരുടെ സമീപനങ്ങളെ മുഴുവൻ തുറന്നു കാണിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ വികസന മുന്നേറ്റം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാക്കിയത്. ആ വികസന മുന്നേറ്റം ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. ആലപ്പുഴ ജില്ലയിലെ 3 മന്ത്രിമാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയുള്ള പദ്ധതികൾ. ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ കയർ മ്യൂസിയം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പുതിയ മ്യൂസിയം കയർ രംഗത്തും ട്രേഡ് യൂണിയനുകളുടെ ചരിത്രവും അതുപോലെ കയർ വ്യവസായത്തിന്റെ ചരിത്രവും അതെല്ലാം ഇവിടെ വരുന്ന ആലപ്പുഴയിലേക്ക് വരുന്ന ആൾക്കാർക്ക് നോക്കിക്കാണാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യമാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ രൂപത്തിൽ ഉയർന്നു വരുന്ന ഒരു വ്യവസായമാണ് ടൂറിസം വ്യവസായം. വേമ്പനാട് കായലിലും എല്ലാം നിരവധി ഹൗസ് ബോട്ടുകൾ ഇന്ന് ഉണ്ട്. ആ ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്യുക ലോകത്തും ഇന്ത്യയിലുള്ള ഒരുപാട് പേരുടെ ഒരു വലിയ ആഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് പേർ ഈ കോവിഡിന് മുമ്പ് ഒരുപാട് പേർ വന്നിരുന്നു. കോവിഡ് വന്നതിനാൽ അതിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും വന്നിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം മാറി ടൂറിസം രംഗം വലിയ രൂപത്തിൽ മുന്നേറുകയാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് ഒരുപാട് പേര് ആലപ്പുഴ ജില്ലയിൽ ടൂറിസ്റ്റുകളായി വിദേശത്തുനിന്നും സ്വദേശത്തും ഒക്കെ ആയിട്ട് കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ ടൂറിസം മേഖല വലിയ രൂപത്തിൽ മുന്നേറുകയാണ്. പുതിയ തൊഴിൽ സാധ്യതകൾ അവിടെ ഉണ്ടാകുകയാണ്. ഇപ്പോൾ ജലപാതയുടെ പ്രവർത്തനം കേരളത്തിൽ പൂർത്തീകരിക്കുന്നതോടുകൂടി ആ ജലപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ദേശീയ ജലപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ആലപ്പുഴ പട്ടണം മാറും, ആലപ്പുഴ ജില്ല മാറും. ആ ജല ടൂറിസം അതിഗംഭീരമായ രൂപത്തിലേക്ക് വളരും. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ പോവുകയാണ്. ആ ടൂറിസം ഗംഭീരവാദം, ആ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നവർക്ക് ആലപ്പുഴയെക്കുറിച്ചും ഈ കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഒരു കയർ മ്യൂസിയം ഇപ്പം വരികയാണ്. ആലപ്പുഴയിലെ ഗതാഗതക്കുരുക്കാകെ മാറ്റി അവിടെ ഒരു വലിയ പ്രോജക്റ്റ്, ആ ഗതാഗതക്കുരുക്ക് മാറുന്ന തരത്തിൽ ഫ്ലൈ ഓവറുകളും ഒക്കെ പണിതുകൊണ്ട് തന്നെയുള്ള കോടിക്കണക്കിന് രൂപ വെച്ചുകൊണ്ട് ആലപ്പുഴ പട്ടണത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അത് കമ്മീഷൻ ചെയ്യാൻ പോകണം. ആലപ്പുഴയിലെ കനാലുകളെല്ലാം ശുദ്ധീകരിച്ച് ആ കനാലുകളിലെല്ലാം അതിന്റെ ഇരു സൈഡുകളിലും ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ആലപ്പുഴയുടെ സൗന്ദര്യം എല്ലാം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആലപ്പുഴ പട്ടണത്തെയും എല്ലാം മാറ്റി തീർക്കുന്നതിനായിട്ടുള്ള വലിയ പദ്ധതി ഇവ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആലപ്പുഴയുടെ വലിയ വികസന മുന്നേറ്റത്തിന് സഹായകരമായി മാറുകയാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി UDFന്റേതായിട്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളൊന്നും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും 2 മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പ്രതികരിക്കുന്ന ഒരു മണ്ഡലം എന്ന രൂപത്തിലേക്ക് ആലപ്പുഴ മുനിസിപ്പാലിറ്റി നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഏത് വികസന പ്രവർത്തനം എടുത്താലും ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അവിടുത്തെ മന്ത്രിമാരും MLA-മാരുമായിട്ടുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന വികസനം മാത്രമാണ്. അവിടെ LDFന്റെ ഒരു തദ്ദേശഭരണ സ്ഥാപനം മുനിസിപ്പാലിറ്റി ഭരണമായിരുന്നുവെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് എത്രയോ സ്പീഡിൽ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വമുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വരണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മുന്നണി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലാത്ത ഒരുപാട് ഘടകകക്ഷികൾ ഇപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ട്. മാണി കേരള കോൺഗ്രസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ നല്ല രൂപത്തിൽ വിവരപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ കൂടുതൽ ഘടകകക്ഷികൾ വരികയും കൂടുതൽ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അണിനിരക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനത്തിലുണ്ടായ വിജയം ഞാൻ സൂചിപ്പിച്ചു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നല്ല മുന്നേറ്റമാണ് ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുള്ളത്. ത്രിപുരയിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം BJPയുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഇനി ത്രിപുര പോലെ കേരളവും പിടിച്ചെടുക്കും എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം നടന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂരായിരുന്നല്ലോ. ചെങ്ങന്നൂരിൽ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയും സെറ്റും അവിടെ ഇതിലേക്ക് വന്നത്.
അതിനുവേണ്ടി അവർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചു. അവിടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിച്ച് വരാൻ ആയിരക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തിൽ അവിടെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. അത് ആലപ്പുഴ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്താണ് അവിടെ പ്രകടിപ്പിച്ചത്. ആ മണ്ഡലത്തിൽ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് അണിനിരത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. UDF നടത്തിയ എല്ലാ കള്ളപ്രചാര വേലകളെയും തുറന്നു കാണിച്ചുകൊണ്ടുള്ള വലിയ വിപുലമായ ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിച്ച ഫലം എന്താ? ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചോർച്ച ഉണ്ടായില്ല. അതിനു മുമ്പ് ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യക്ക് ആലപ്പുഴ കിട്ടി. സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യക്ക് ആ വോട്ടിംഗ് ശതമാനം കിട്ടിയ ഏക ജില്ല ആലപ്പുഴ ജില്ലയാണ്. വോട്ടിംഗ് ശതമാനം നിലനിർത്താൻ കഴിഞ്ഞത് മാത്രമല്ല, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും അതിന്റെ വോട്ടിംഗ് നില നിലനിർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ആ രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടിംഗ് ശതമാനം പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഒരു ജില്ലയാണ് ജില്ല. ആ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നിർത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളവർ എല്ലാവരും വിദ്യാർത്ഥികള്, ചെറുപ്പക്കാര്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരികള് എന്ന് വേണ്ട ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അതെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ആലപ്പുഴ ജില്ലയിലെ ഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ വിജയം കൂടി പാലിക്കും. UDFന്റെ വലിയൊരു തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പോടെ ഈ ആലപ്പുഴ ജില്ലയിൽ സംഭവിക്കാൻ പോകുന്നത്. ആ രൂപത്തിൽ വികസനത്തിന് വോട്ട് സാമൂഹ്യപരമായി ഒരു പ്രശ്നമില്ലാതെ ഈ സംഘടിതമായിട്ടുള്ള ജാതി വർഗീയ പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന UDFന്റെ ഈ വർഗീയ പ്രീണന സമീപനം SDPയെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും എല്ലാം ഒരു വശത്ത്, മറുവശത്ത് RSSന്റെ സഹായം തേടൽ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതേതര പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുള്ള കോൺഗ്രസ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഒരു മതേതര പാർട്ടി അല്ലാതായിരിക്കുന്നു. അവർ വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുകൂടുകയാണ്. അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കില്ല എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് ഇത് മാറിയിട്ടുണ്ട്. ആ കോൺഗ്രസിനെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഉള്ള ആലപ്പുഴ ജില്ല എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിന്നിട്ടുള്ള, നവോത്ഥാന പ്രസ്ഥാന കാലഘട്ടം മുതൽ നവോത്ഥാന മുന്നേറ്റമുണ്ടായിട്ടുള്ള, പുന്നപ്ര വയലാറിന്റെ ഐതിഹാസികമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് വിജയകരമായി ആ സമരങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ തൊഴിലാളി വർഗവും പുരോഗമന ചിന്താഗതിക്കാരും എല്ലാം ഈ വർഗീയ കൂട്ടുകെട്ടിനെ ശരിയായ രൂപത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് മതേതര ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കും. അതിൻ്റെതായിട്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യം തർക്കമില്ല. എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ട് ആലപ്പുഴയുടെ മഹത്തായ പാരമ്പര്യം നിലനിർത്താനും ഉയർത്തിപ്പിടിക്കാനും നമുക്ക് കഴിയണം. അതിന് നിങ്ങളുടെ സംവിധാനാവകാശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ ആകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.